കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിന് പിന്നാലെ ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം രൂക്ഷമാവുകയാണ്. 4 ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിനിടെ കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ ഫസായിൽ പ്രവിശ്യ ഗവർണറുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടു. പ്രക്ഷോഭകരുമായുള്ള ഏറ്റുമുട്ടലിനിടെ 21-കാരനായ സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം 3 പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റേൺ ലോറസ്താൻ പ്രവിശ്യയിലെ കൗദഷ് നഗരത്തിൽ നടന്ന സംഘർഷത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. പ്രതിഷേധക്കാരുടെ കല്ലേറിൽ 13 പോലീസുകാർക്കും ബസീജ് അംഗങ്ങൾക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിൽ വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ യൂണിവേഴ്സിറ്റികളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. ഇതോടെ പ്രക്ഷോഭങ്ങൾക്ക് ഭരണകൂട വിരുദ്ധ സ്വഭാവവും കൈവന്നിട്ടുണ്ട്. അരക്, ഇസ്ഫഹാൻ, മഷാദ്, ഷിറാസ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് പ്രതിഷേധങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. US ഡോളറിനെതിരെ ഇറാനിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത്. 2022 മഹസ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വ്യാപകമായ പ്രതിഷേധമാണിത്. എങ്കിലും നിലവിലെ പ്രക്ഷോഭങ്ങൾ അന്നത്തെ അത്രയും ശക്തമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുരക്ഷാ സേന പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫാസ് പ്രവിശ്യയിലെ ഫാസ നഗരത്തിൽ സർക്കാർ കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു. തണുത്ത കാലാവസ്ഥ കാരണം ഊർജം ലഭിക്കാനെന്ന പേരിൽ സർക്കാർ ബുധനാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു തന്ത്രമായാണ് ജനങ്ങൾ ഇതിനെ കാണുന്നതും. പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂട്ടർ ജനറൽ അഹമ്മദ് മുവാഹിദി അസാദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ ടെഹ്റാനിലേക്കും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഭക്ഷണ സാധനങ്ങൾക്കടക്കം വിലക്കയറ്റം രൂക്ഷമാണ്. ഇറാനിൽ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഊർജ ജലക്ഷാമവും രൂക്ഷമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ ഫലമായി കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയക്കാരുടെ അഴിമതികൾ എന്നിവ നിറഞ്ഞതാണ് ഇറാൻ. ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ സ്വഭാവം ഇവിടെ പ്രശ്നം ദുരിതമാക്കുന്നുമുണ്ട്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു. ടെഹ്റാൻ സർവകലാശാലകളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഷെയർ ചെയ്തു. ഇറാന്റെ ഭാവി അവരുടെ യുവാക്കളുടേതാണ്. സൈന്യം ഭീഷണിയും അക്രമവും ഉപയോഗിച്ച് അവരെ പതിവായി നേരിടുമ്പോഴും ഇറാനിലുടനീളമുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവരുടെ മൗലിക അവകാശങ്ങളാണ് ആവശ്യപ്പെടുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേർഷ്യൻ അക്കൗണ്ട് എക്സിൽ കുറിച്ചു. ഇറാനിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങളും ഭാവിയും സുരക്ഷിതമാക്കാൻ പോരാടുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചിരുന്നു. രാജ്യത്ത് എന്തെങ്കിലും യഥാർത്ഥ മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം. അത് ഇറാനിയൻ ജനതയെ ആശ്രയിച്ചിരിക്കുന്നു. അവർ എന്താണ് അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അവരോട് സഹതാപമുണ്ട്. നെതന്യാഹു ന്യൂസ് മാക്സിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അതേസമയം തന്റെ രാജ്യം US, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവയുമായി പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാജ്യം സ്ഥിരതയോടെ തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.